ലോഗോസ് ട്രിവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫേസോസ് 6-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. എഫേസോസ് അധ്യായം 6 ആരംഭിക്കുന്നത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്? ഉത്തരം: കുട്ടികളെ. 2. പൂരിപ്പിക്കുക. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. അത് ഡാഷ്. ഉത്തരം: ന്യായയുക്തമാണ്. 3. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി ചെയ്യേണ്ടത് എന്ത്? ഉത്തരം: മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. 4. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അധ്യായവും വാക്യവും ഏത്? ഉത്തരം: എഫേസോസ് 6:3. 5. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന എന്ത്? ഉത്തരം: മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. 6. കുട്ടികളിൽ കോപം ഉളവാക്കരുത് എന്ന് പറയുന്നത് ആരോടാണ്? ഉത്തരം: പിതാക്കന്മാരോട്. 7. കുട്ടികളെ എങ്ങനെ വളർത്തുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. 8. ദാസന്മാരോട് അവരുടെ ലൗകിക യജമാനന്മാരെ ആരെ എന്ന പോലെ അനുസരിക്കാനാണ് ശ്ലീഹ ആവശ്യപ്പെടുന്നത്? ഉത്തരം: ക്രിസ്തുവിനെ. 9. ദാസന്മാർ അവരുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ അനുസരിക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം: ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ. 10. പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ആരുടെ ദാസരായിരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ. 11. ആർക്കുവേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവിനു വേണ്ടി എന്ന പോലെ. 12. നല്ല പ്രവൃത്തികൾക്ക് കർത്താവിൽ നിന്നും ലഭിക്കുമെന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ഉത്തരം: തക്ക പ്രതിഫലം. 13. യജമാനന്മാർ ദാസന്മാരെ എന്ത് ചെയ്യരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ഭീഷണിപ്പെടുത്തരുത്. 14. എപ്രകാരം കരുത്തുള്ളവരാകുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും. 15. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ധരിക്കേണ്ടത് എന്ത്? ഉത്തരം: ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. 16. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും അധികാരങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം: എഫേസോസ് 6:12. 17. നമ്മൾ പടവെട്ടുന്നത് എന്തിനെതിരായിട്ടല്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: മാംസത്തിനും രക്തത്തിനും. 18. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മറിച്ച് ആർക്കെതിരായിട്ടാണ് നാം പടവെട്ടുന്നത് എന്നാണ് പൗലോസ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത്? ഉത്തരം: പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ട്. 19. ആരുടെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ. 20. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ എന്ന് ഉപദേശിക്കുന്ന ശ്ലീഹ തുടർന്ന് ധരിക്കണമെന്ന് പറയുന്നത് എന്താണ്?
ഉത്തരം സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ. 21 പൂരിപ്പിക്കുക. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി ഡാഷ് കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ഉത്തരം നീതിയുടെ. 22 ആത്മീയ സമരത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്താൻ നമ്മെ ശക്തരാക്കുന്നതിന് നാം എടുക്കണമെന്ന് ശ്ലീഹ പറയുന്നത് എന്ത്? ഉത്തരം വിശ്വാസത്തിൻ്റെ പരിച. 23 ആത്മീയ സമരത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ ആത്മാവിൻ്റെ വാൾ എന്തെന്നാണ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്? ഉത്തരം ദൈവവചനം. 24 പൂരിപ്പിക്കുക. നിങ്ങൾ ഡാഷ് യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. ഉത്തരം അപേക്ഷകളോടും. 25 അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം എല്ലാ വിശുദ്ധർക്കും. 26 തനിക്ക് എന്തൊക്കെ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പൗലോസ് ശ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? ഉത്തരം വായ് തുറക്കുമ്പോൾ വചനം ലഭിക്കാൻ, സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ, തൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ. 27 സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധസ്ഥനായ സ്ഥാനപതി ആര്? ഉത്തരം പൗലോസ് ശ്ലീഹ. 28 താൻ എങ്ങനെ ഇരിക്കുന്നെന്നും എന്തു ചെയ്യുന്നെന്നും എല്ലാം നിങ്ങളോട് ആര് പറയും എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം തിക്കിക്കോസ്. 29 ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് ആരെയാണ് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം തിക്കിക്കോസ്. 30 കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ ആര്? ഉത്തരം തിക്കിക്കോസ്. 31 സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ആശംസിക്കുന്നത് എന്ത്? ഉത്തരം വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും. 32 എഫേസോസ് 6:24 പ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് ശ്ലീഹ ആഗ്രഹിക്കുന്നത് എന്ത്? ഉത്തരം കൃപയും നിത്യജീവനും. 33 എഫേസോസ് 6-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഏത്? ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ.